ആ മൊഴിയിൽ പറയുന്നത് പ്രകാരം 2021 ഈ പെൺകുട്ടി കോഴിക്കോട് കോവൂരിലെ ഫ്ളാറ്റിൽ താമസിച്ച് അവിടെ PG ചെയ്തു വരികയായിരുന്നു. ഈ PG ചെയ്യുന്നതിനിടയ്ക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ അന്ന് അത്ര പ്രശസ്തനല്ലെങ്കിലും സംഗീത പരിപാടികളുമൊക്കെയായി മുന്നോട്ട് പോയിരുന്ന വേടനെ പരിചയപ്പെടുന്നത്. ഇയാളുടെ സൃഷ്ടികളിൽ ആരാധന തോന്നിയ ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴി ഈ ഹിരൺദാസ് മുരളിയുമായിട്ടൊരു അടുപ്പം സ്ഥാപിച്ചു. ആ അടുപ്പം ഒരു സൗഹൃദമായി വളർന്നു. പിന്നീട് വേടൻ ഇതൊരു ഡെയിലി റിലേഷൻഷിപ്പിലേക്ക് മാറി. ഈ റിലേഷൻഷിപ്പിൽ ഈ വേടൻ ഈ കോഴിക്കോട്ടെ ഫ്ളാറ്റിലേക്ക് ഒരു ദിവസം എത്തുന്നു. ഒരു സമൂഹ മാധ്യമത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞാണ് വേടൻ കോഴിക്കോട് കോവൂരിലെ യുവതിയുടെ ഫ്ളാറ്റിലേക്ക് വരുന്നത്. ഈ ഫ്ളാറ്റിൽ വരുന്ന വേടൻ നിലത്തു വിരിച്ച മെത്തയിലിരുന്നു. മെത്തയിൽ വെച്ച് തന്നെ ചുംബിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു. പിന്നീട് ആ ചുംബനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടിയെ കിടക്കയിലേക്ക് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്യുന്നു. ഈ ബലാത്സംഗത്തിനൊടുവിൽ പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ട് വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറയുന്നു. അതിനുശേഷം പലവട്ടം ഈ പെൺകുട്ടിയെ പലയിടങ്ങളിലായി ഈ ഹിരൺദാസ് മുരളി പീഡിപ്പിച്ചുവെന്നാണ് ഈ മൊഴി പറയുന്നത്. അതിനുശേഷം പഠനം പൂർത്തിയാക്കി ഈ പെൺകുട്ടി കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ഈ കുട്ടി പീഡനത്തിനിരയാകുന്നു. പിന്നീട് ഏലൂരിലെ ഫ്ളാറ്റിൽ വെച്ച്, സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ വെച്ച് വീണ്ടും പീഡനത്തിനിരയാകുന്നു. ഇതൊക്കെയാണ് ഈ മൊഴിയിൽ പറയുന്നത്.